ഈ പ്ലേറ്റിലിരിക്കുന്ന സാധനം ചില്ലറക്കാരനൊന്നുമല്ല. 2-3 ആഴ്ച മുന്നേ സോഷ്യൽ മീഡിയ മുഴുവൻ ഓടി നടന്ന സംഭവമാണ് ഇഫ ചിക്കൻ. എന്നാൽ വളരെ വൈകിയാണ് ഇത് എൻ്റെ അടുത്തെത്തിയത്. കാരണം ഇത് ടേസ്റ്റ് എങ്ങനെ ഇരിക്കും, കഴിക്കാൻ കൊള്ളാവോ, ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റായി പോകുമെന്ന് കരുതി ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച സംഭവമാണ്. എല്ലാ ട്രെൻഡിങ്ങും അവസാനിച്ചതിന് ശേഷമാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതും ഒരൊറ്റ ചിക്കൻ പീസ് വെച്ചിട്ട്. കാരണം ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ കളയേണ്ടി വരുമല്ലോ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഞാനിത് നേരത്തെ ഉണ്ടാക്കിയില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ആരും ചെയ്യത്തില്ല എന്നറിയാം, എന്നാലും പറയേണ്ടത് എൻ്റെ കടമ. ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് നിങ്ങളുടെ കാര്യം. അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യാം കേട്ടോ, ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പം നമുക്ക് തയ്യാറാക്കിയാലോ. അത് കാരണം ഞാൻ ഒറ്റ പീസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്ത ചിക്കൻ നന്നായിട്ട് തലങ്ങും വിലങ്ങും വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല, ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, 1/2 സ്പൂണ് ചതച്ച മുളക്, അതുണ്ടെങ്കിൽ ചേർത്താൽ മതി, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണിൽ നിറച്ചും തൈര്, നല്ല പുളിയില്ലാത്ത കട്ടത്തൈര്, ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പുരട്ടി നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് 2 വശം മുരിച്ചെടുക്കാം. പക്ഷേ എനിക്കിവിടെ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാനെടുത്ത ചട്ടി ചെറുതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഒറ്റ പീസ് ഉള്ളതുകൊണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ആ ക്രീം തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മുട്ടേൻ്റെ വെള്ള പുഴുങ്ങിയതും ഒരു 2 വെളുത്തുള്ളിയും ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഞാൻ പാൽ ചേർക്കുന്നു. ഇനി ഒരു ചീസിൻ്റെ സ്ലൈസ് അതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒരു മയോണൈസ് പോലെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 വശവും നല്ല രീതിയിൽ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കരിഞ്ഞു പോഞ്ഞൊക്കെ പോയി, എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ക്രീമും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് തുറന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ച്, എൻ്റെ മോനെ ഇതാദ്യമേ ഉണ്ടാക്കാൻ ഇതെന്തായി പോയി എന്നാണ് ചിന്തിച്ചത്. പക്ഷേ എനിക്കിവിടെ പറ്റിയത് ഒറ്റ കഷ്ണമാണ് ചെയ്തു പോയത്. അവസാനമായപ്പോഴേക്കും ഒന്നുമില്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പം നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം. ഇത് ഇത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഇതിന് മുന്നേ ചിന്തിച്ചിട്ടില്ല. ഇപ്പം എല്ലാ ട്രെൻഡിങ്ങും അവസാനിച്ചു, എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞു, തീറ്റയും കഴിഞ്ഞു. അവസാനമാണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ഒരു ബന്നിൻ്റെ പുറകെയാണ് പോകുന്നത്. അതും ഞാൻ അവസാനമായിരിക്കും എത്തുന്നത്. എല്ലാ ട്രെൻഡിങ്ങും അവസാനിക്കുമ്പോഴായിരിക്കും ഞാൻ അതിൻ്റെ പുറകെ എത്തുന്നത്. എന്നിരുന്നാലും സംഭവം അടിപൊളിയാണ്. അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആരും ചെയ്യാത്ത കാര്യമാണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരും ചെയ്യത്തില്ല എന്നാലും പറയാം, അതൊരു നാട്ടു നടപ്പാണല്ലോ. Bye.